തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ തൃശ്ശൂരുകാരുടെ ഒരു പൊതു അഹങ്കാരം തന്നെയാണ് ഈ പുലികളി എന്ന് പറയാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ കുറച്ച് വ്യത്യസ്തതകളുള്ള പുലികളെ കളത്തിലിറക്കാൻ 7 സംഘങ്ങളാണുള്ളത്. ഇവരെല്ലാവരും ഓരോരോ സർപ്രൈസുകൾ കരുതി വെച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ എന്തെങ്കിലും വ്യത്യാസമായുള്ള കാഴ്ചകൾ ഹരീഷിന് അവിടെ നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ആ രീതിയിലുള്ള ഒരു ഒരുക്കങ്ങൾ കണ്ടു? രാവിലെ മുതൽ ഹരീഷ് അവിടെ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും കാണാൻ സാധിച്ചിട്ടുണ്ടോ? ശ്രീകാർത്തിക, ഈ സസ്പെൻസുകൾ നിരവധിയുണ്ട്. അതായത് നിശ്ചല ദൃശ്യങ്ങളടക്കമുള്ള സസ്പെൻസുകളുണ്ട്. അത് സസ്പെൻസുകളായതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ അത് പുറത്തെടുക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് അവരുടേതായ രഹസ്യ സ്വഭാവമുള്ള പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ കേന്ദ്രങ്ങളിലാണ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിർമ്മിച്ചെടുക്കുക. അത് കൃത്യം നമ്മൾ ഈ പൂരത്തിൻ്റെ കുടമാറ്റം പറയുന്ന പോലെയാണ്. ഈ കുടകൾ ആ സമയത്ത് മാത്രം, കുടമാറ്റത്തിൻ്റെ സമയത്ത് മാത്രമേ പുറത്തെടുക്കുള്ളൂ. അതുപോലെ തന്നെ ഈ പുലികളിയുടെ ആ പ്രധാന സമയത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള സസ്പെൻസുകൾ ഈ സംഘങ്ങൾ പുറത്തെടുക്കുക എന്നുള്ളതാണ്. അതെന്താണെന്ന് ആ ഒരു സമയത്ത് മാത്രമേ കാണികളായ നമുക്കടക്കമുള്ള പ്രേക്ഷകർക്കും കാണികർക്കൊക്കെ ഇത് മനസ്സിലാവുള്ളൂ, ഇത്തരത്തിലുള്ള സസ്പെൻസുകൾ. അതുകൊണ്ട് തന്നെയാണ് അത് പുറം ലോകത്തെ കാണിക്കാതെ അത് മാറ്റി അല്ലെങ്കിൽ ഒളിച്ച് വെച്ചിരിക്കുന്നത്. അത് ഈ ഒരു സമയമാകുമ്പോൾ കൃത്യമായി ഓരോരോ സസ്പെൻസുകൾ ആളുകളെ ഞെട്ടിക്കുന്ന രീതിയിൽ, ഞെട്ടിക്കുന്ന തരത്തിലുള്ള, കാണികളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഓരോരോ സസ്പെൻസുകൾ, അത് പുലികളിയിലാണെങ്കിലും അവരുടെ വേഷവിധാനത്തിലാണെങ്കിലും അല്ലെങ്കിൽ ടാബ്ലോകളാണെങ്കിലും എല്ലാം അത്തരത്തിലുള്ള സസ്പെൻസുകൾ ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഇതുവരെ പുറത്തെടുത്തിട്ടില്ല. ആ കൃത്യം സമയത്താണ് അത്തരത്തിലുള്ള സസ്പെൻസുകൾ, ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ടാബ്ലോകൾ, നിശ്ചല ദൃശ്യങ്ങൾ അല്ലെങ്കിൽ കാഴ്ചകൾ കാണികൾക്ക് വേണ്ടി ഇവർ ഒരുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഈ ടാബ്ലോകൾ അടക്കമുള്ളത് വിവിധ പുലിമടകൾ ഒരുക്കിയിരുന്നു. നമുക്ക് അങ്ങോട്ടുള്ള പ്രവേശനമില്ല. കാരണം അത് ഈ ഒരു പ്രത്യേക സമയത്ത് പുലികളി നടക്കുന്ന ആ ഒരു സമയത്ത് മാത്രമേ അത് പുറം ലോകത്തെ അല്ലെങ്കിൽ കാണികളെ കാണിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് ഇപ്പോൾ പുറത്തേക്ക് അത് എത്തിക്കാത്തത് എന്നുള്ളതാണ്. ആ ഒരു സമയത്ത്, കൃത്യസമയത്ത് അത് കാണികൾക്കായി ഇവർ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു വിയൂർ പുലിമട, അവിടെയാണ് ഇപ്പോൾ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. രാവിലെ വളരെ നേരത്തെ തന്നെ ആളുകൾ ഈ ഒരു മെയ്യെഴുത്ത് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. സ്ത്രീകളടക്കമുള്ള, കുട്ടികളടക്കമുള്ള, മുതിർന്നവരും ചെറുപ്പക്കാരും അടക്കമുള്ള വലിയ ഒരു സംഘം തന്നെയാണ് ഈ വിയൂർ ദേശത്തിനായി ഇന്ന് ഈ മെയ്യെഴുത്തിന് ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച തന്നെ ഇതിന് പുറകിൽ വലിയ ഒരു പരിശ്രമത്തിൻ്റെ ഫലം അതുതന്നെയാണ്. ഇത്രയും നേരം അനങ്ങാതെ നിന്ന് ആ പെയിൻറ് മുഴുവൻ ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ച് മണിക്കൂറുകളോളം കാത്തിരുന്ന് വൈകിട്ട് 5 മണിവരെ കാത്തിരുന്ന് അതിനുശേഷം ഈ ഒരു താളത്തിൻ്റെയും മേളത്തിൻ്റെയും ടാബ്ലോകളുടെയും ഒക്കെ അകമ്പടിയോടുകൂടി തൃശ്ശൂരിലെ ശക്തനിലേക്ക് ഓരോരോ പുലികളായി എത്തുന്ന ആ ഒരു വർണ്ണാഭമായ കാഴ്ച, ആളുകൾ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. തൃശ്ശൂരിലെ ഓരോരുത്തരും അതിനുവേണ്ടി ഒരു കാത്തിരിപ്പാണ്. ഇപ്പോൾ തന്നെ സ്വരാജ് റൗണ്ടിൽ അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പോലീസിൻ്റെയും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ആളുകൾ തിങ്ങി നിറഞ്ഞ് ഒരു പൂരത്തിന് സമാനമായ രീതിയിൽ തന്നെ തൃശ്ശൂർ റൗണ്ടിൽ ആളുകൾ എത്തുന്ന തൃശ്ശൂരിലെ പ്രധാന ഒരു ആഘോഷം അതാണ് ഈ ഒരു പുലികളി എന്നുള്ളത്. അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും തൃശ്ശൂർ റൗണ്ടിൽ ഈ നേരത്തെ തന്നെ പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒരുക്കും. ഇന്ന് വൈകിട്ടോടുകൂടി തിങ്ങി നിറഞ്ഞ് ജനനിബിഡമായി മാറുന്ന കാഴ്ചയാണ് തൃശ്ശൂർ റൗണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. പൂരത്തിന് സമാനമായി തന്നെ എത്രത്തോളം ആളുകൾ പുലിക്കളിക്കും തൃശ്ശൂരിൽ എത്തിച്ചേരുമെന്നുള്ളതാണ്. കാരണം തൃശ്ശൂരിലെ സ്വന്തം ആഘോഷങ്ങളിൽ. ശരി, വ്യക്തമാണ് ഹരീഷ്. ഏതായാലും ഇനി പുലികളി ആഘോഷമായി തന്നെ കാണാം നമുക്ക്. അപ്പോഴാകും പുതിയ സർപ്രൈസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുക. ഏതായാലും ഇതിനായുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ അണിയറയിൽ ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്നും ഹരീഷ് നാരായണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.